ഹലോ. അപ്പോൾ ഇന്ന് നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കാനിരിക്കുന്ന ടാസ്ക്കാണ്. പക്ഷേ പഠിക്കാനിരിക്കുന്ന ടാസ്ക് എന്ന് നമ്മൾ പറയത്തേ ഉള്ളൂ. പക്ഷേ കുറേ മിമിക്രി പരിപാടികളായിരിക്കും അതിൻ്റെ ഇടയിൽ. അതുവരെ ഇങ്ങനെ ചെയ്യണമെന്ന് ആലോചിച്ച് വെച്ചുകൊണ്ടിരുന്ന കുറേ പരിപാടികൾ, ജോലികൾ, തീരാത്ത വർക്ക്സൊക്കെ ഈ പഠിക്കുന്നതിൻ്റെ ഇടയിലാട്ടോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നെപ്പോലെ പ്രശ്നമുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. പണ്ട് കുഞ്ഞു പിള്ളേർ പഠിക്കാനിരിക്കുമ്പോഴൊക്കെ ആയിരിക്കും വാഷ്റൂമിൽ പോയിട്ട് വരുന്നതൊക്കെ. അതേ സ്വഭാവം തന്നെ കേട്ടോ. പക്ഷേ വേറെ എന്തെങ്കിലും പരിപാടികൾ എന്തെങ്കിലും അത് ഇത് എടുക്കൽ പറക്കലൊക്കെ ആയിരിക്കും. ഓക്കെ, എന്തായാലും ഇന്ന് വെറുതെ ഒരു ഷോ ഓഫിന് കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു, പ്രാക്ടീസ് കാര്യങ്ങളൊക്കെ. കാരണം നമ്മൾ ജോലി ഷിഫ്റ്റിന് പോയിട്ട് വന്നു കഴിയുമ്പോൾ ഭയങ്കര പാടാണ്, ഓരോ ക്ഷീണവും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. അപ്പോൾ ഇടയ്ക്കാണ് ഈ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസൊക്കെ ഇടയ്ക്ക് പെൻഡിങ് വരുത്തുന്നത് ഞാൻ ചെയ്ത് തീർക്കുന്നത്. അപ്പം അങ്ങനെ വെറുതെ പേനയും പേപ്പറൊക്കെ പിടിച്ചുകൊണ്ട് ഇരുന്നപ്പോഴാണ് അത് ആ അത്ഭുതം സംഭവിക്കുന്നത്. ഞാൻ ലബാൻ മേടിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ട്രൈ ചെയ്യാമെന്ന്. കാരണം എൻ്റെ ക്ഷമ അപ്പോഴത്തൊട്ട് മീൻസ് എനിക്ക് ക്ഷമിക്കാനേ ക്ഷമിച്ചിരിക്കാനേ പറ്റുന്നില്ല. കാരണം ലബാൻ്റെ കാര്യം ഓർത്തിട്ട്. പിന്നെ ഉച്ചയ്ക്ക് തിരക്കായതുകൊണ്ട് ഞാനിപ്പോൾ വൈകുന്നേരമാണ് ഈ സാധനം എടുക്കുന്നതെന്ന് മാത്രം. അപ്പോൾ ഈ 2 മാസം ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരുന്നിട്ട് ഇപ്പോഴാണ് എനിക്ക് ലബാൻ ഒന്ന് ട്രൈ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയത് കേട്ടോ. അത്രയും തിരക്കുള്ള വ്യക്തിയാണ് ഞാൻ, നോട്ട് ദാറ്റ് പോയിൻറ്റ്. അപ്പോൾ എന്തായാലും തിരക്കുകളുടെ ഇടയിൽ ഞാനങ്ങനെ എൻ്റെ ആഗ്രഹം സഫലമാക്കുന്നു. അങ്ങനെ അത് ന്യൂട്ടെല്ല പ്ലസ് പിസ്ത ആണ് ഞാൻ ഫസ്റ്റ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഫസ്റ്റ് എൻ്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന് മുന്നേ ഭയങ്കര കുനാഫയും അതും ഇതൊക്കെ കഴിച്ച് ഭയങ്കര എക്സ്പ്ലോർ ചെയ്ത് എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്ക് ഇതൊരു വലിയൊരു ന്യൂ എക്സ്പീരിയൻസ് അല്ലായിരിക്കാം. പക്ഷേ എന്നാൽ കൂടി നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നല്ലൊരു ട്രൈ ഔട്ടായിരിക്കും ലബാൻ. എനിക്കങ്ങനെ തോന്നി കേട്ടോ പേഴ്സണലി. ഇതിപ്പം ഞാൻ വോയിസ് ഓവർ കൊടുത്ത് ചെയ്യുമ്പോഴാണെങ്കിൽ അത് കഴിച്ച ഇത് 2 ദിവസം കഴിഞ്ഞിട്ടാട്ടോ ഞാൻ ഇത് ചെയ്യുന്നത്, വോയിസ് ഓവർ കൊടുത്ത് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. പക്ഷെ അപ്പോഴും എനിക്ക് ആ ഒരു കഴിച്ചതിൻ്റെ ഒരു ഫീല് കിട്ടുന്നുണ്ട്. അത് ഓരോരോ ലെയേഴ്സിലും പ്രത്യേകമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് പിന്നെ ആ ഒരു ഫ്രഷ്നെസ്സോട് കഴിച്ച് അതങ്ങ് എടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇത് വെച്ചുകൊണ്ട് കഴിഞ്ഞിട്ട് പിന്നെ കഴിക്കുമ്പോൾ ഭയങ്കര വേറൊരു ടേസ്റ്റിലേക്ക് പോകും. അതിൻ്റെ ആ ബേസും കാര്യങ്ങളുമൊക്കെ ഒരു നമ്മളെ ഈ കേക്കിൻ്റെ ഒരു മാർബിളിൻ്റെ കേക്കിൻ്റെ ഒരു സെറ്റപ്പ് പോലെ ഒരു ബേസ് കാര്യങ്ങളൊക്കെ അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് വേറൊരു ടേസ്റ്റ് കാര്യങ്ങളൊക്കെയാണ് ഒരു പിറ്റേ ദിവസം അല്ലെങ്കിൽ കുറേ നേരമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ കഴിച്ച് കഴിയുമ്പോൾ. എന്തായാലും എനിക്ക് അങ്ങനെയുള്ളൊരു സാവകാശമൊന്നുമില്ല. ഇതിപ്പോൾ തന്നെ തീർക്കുക എന്നുള്ള ഒരു മോട്ടോ, വിഷൻ, എയിം ഒക്കെ ആയതുകൊണ്ട് ഞാൻ അപ്പം തന്നെ അത് കഴിച്ച് തീർക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ പഠിക്കാനിരുന്ന് ഞാൻ ലബാൻ ട്രൈ ചെയ്ത് ഒരു പകുതി കിളിയുള്ള ഞാനിപ്പോൾ മൊത്തം കിളിയായിട്ട് പോയി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് ഫുള്ള് നമ്മൾ ആ ഫ്ലേവർ കാര്യങ്ങൾ, ഷുഗർ മീൻസ് ആ ഒരു മധുരത്തിലേക്ക് നമ്മളങ്ങനെ പോകുമ്പം എന്നാൽ കുറച്ച് കഴിച്ച് കഴിയുമ്പോൾ നമുക്ക് മത്ത് പിടിക്കുന്ന പോലെ തോന്നും കേട്ടോ തലയ്ക്ക്. ഇപ്പം ഏകദേശം കുറേ കഴിച്ച് ഇപ്പോൾ ഒരു പകുതി കിളി പോയതുപോലെയുള്ള അവസ്ഥ ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഓരോരോ ലെയേഴ്സായിട്ട് ട്രൈ ഔട്ട് ചെയ്യുന്നത്. നിങ്ങൾ ആരെങ്കിലും കഴിച്ചവരുണ്ടെങ്കിൽ, ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ കഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ കഴിച്ചവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. കാരണം ഇതിപ്പോൾ ട്രെൻഡിങ് തുടങ്ങിയിട്ട് കുറച്ചായല്ലോ. എന്നെപ്പോലെയുള്ളവർ മാത്രമായിരിക്കും ഇപ്പോൾ ഇതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് പോകുന്നവർ കേട്ടോ. അപ്പം അങ്ങനെ ഇന്നത്തെ കലാപരിപാടികൾ അവസാനിച്ചിരിക്കുന്നു. പക്ഷേ എങ്കിലും അത് കുറച്ചത് വെച്ച് എനിക്കൊന്ന് മത്ത് പിടിച്ചെങ്കിലും പിന്നെ അതെടുത്ത് കഴിക്കും കേട്ടോ. അങ്ങനെ ഇന്ന് ഞാനത് മിനിഞ്ഞാന്നത് കഴിക്കുന്ന ദിവസം ഞാനത് ഫുള്ള് ഏകദേശം ഒരു 2-3 സ്പൂണേ മിച്ചം വെച്ചിട്ടുള്ളൂ. അത് ബാക്കിയെല്ലാം ഞാൻ കഴിച്ച് തീർത്തു കേട്ടോ. എനിക്കതൊന്ന് ഷുഗർ ഹൈപ്പർ അടിച്ചിട്ട് മിക്കവാറും ഞാൻ ചെക്കൊന്നും ചെയ്ത് നോക്കിയില്ല. ഓൾമോസ്റ്റ് നല്ല നല്ല മധുരത്തിൻ്റെ കണ്ടൻറ് ഉള്ളതുകൊണ്ട് നമുക്ക് കുറേ കഴിക്കുമ്പോൾ ഇപ്പം തന്നെ കണ്ടോ മത്ത് പിടിക്കുന്നൊരവസ്ഥയിലാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ലബാൻ ട്രൈ ചെയ്യുക എന്നുള്ളത്. അങ്ങനെ ജെനുവിൻ ഫ്രം ദ ഹാർട്ട് അതൊരു ന്യൂ എക്സ്പീരിയൻസ് ആണ്, ന്യൂ ട്രൈ ഔട്ടാണ്. അപ്പോൾ ലബാൻ കഴിക്കാത്തവർ ട്രൈ ചെയ്യുക. നിങ്ങളുടെ ഫ്ലേവർ അനുസരിച്ച് ചൂസ് ചെയ്യുക കേട്ടോ. അല്ലെങ്കിൽ അത് കഴിക്കുമ്പോൾ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് തോന്നും.
ഓക്കെ, അപ്പോൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് പിന്നെ കാണാം. ബൈ, ടാറ്റാ. താങ്ക് യു ഫോർ വാച്ചിങ്.